ചെപ്പിൽ വീണു മയങ്ങുമെന്മുത്തേ നിന്നെ തഴുകി തലോടാ നിർവൃതിയോടെ പുണരാ ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ ബന്ധം പോലെ നെഞ്ചിൽ കനക്കുന്ന മോഹം മേലെ മേലെ വാനം വാനം മീതെ വിണ്ണിൻ കൂടാരം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നല്ല തിരമാല അടിക്കുന്ന സൗണ്ട് ആയിരിക്കുമല്ലേ നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആട്ടോ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഈ കടലിൻ്റെ മുന്നിൽ നിന്ന് ഇത്രയും ഡയലോഗ് അടിക്കുന്നതെന്നല്ലേ. അപ്പോൾ നമ്മുടെ ബഹ്റൈൻ എന്ന് പറയുന്നത് പവിഴ മുത്തുകളുടെ ഒരു ചെറിയ നാടാണ് കേട്ടോ. അവരെ ഒരു ട്രഡീഷണൽ ഒക്യുപ്പേഷനാണ് ഈ പേളിൻ്റെ വ്യാപാരം. അപ്പോൾ അത് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ഇത് പുതുതായി കാണുന്ന ഒരു കാഴ്ചയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ടിരിക്കുക. അപ്പോൾ ഞാനിതാ അവിടത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയെന്ന്. അതിൽ 2 ചേട്ടന്മാർ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് പവിഴമുത്തുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. അത് അവർ കളക്ട് ചെയ്തിട്ട് കരയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഇത് കൗണ്ട് ചെയ്യുന്നത് ഒരു അറബി ചേട്ടനാണ് കേട്ടോ. അവർക്ക് എനിക്കൊന്ന് അത്യാവശ്യം മലയാളം അറിയാം. അപ്പോൾ അവർ മലയാളത്തിലാണ് നമ്പേഴ്സ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് അത്രേ പൈസ ഇല്ലു കേട്ടോ. 1 പീസിന് എനിക്കൊന്ന് ഇവിടുത്തെ ഒരു 500 ഫിൽസാണ് അവർ വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാത്തിലും മുത്തുകൾ ഉണ്ടാവണം എന്നൊന്നുമില്ല. അപ്പോൾ അവർ ഓരോന്നായിട്ടത് പൊളിച്ചു നോക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാം. MashaAllah. MashaAllah. Allahu Akbar. See? We found one. അപ്പം ഞങ്ങൾക്ക് കിട്ടിയത് ചെറിയ മുത്തുകളായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്ത് വലിയതും ഉണ്ടാവും. അപ്പോൾ എല്ലാ പീസിൻ്റെ അകത്തും നമുക്ക് മുത്തുകളൊന്നും കിട്ടിയില്ല. 2-3 പീസിൻ്റെ അകത്ത് നമുക്ക് മുത്തുകൾ കിട്ടിയായിരുന്നു. ബാക്കിയുള്ളവരത് വേസ്റ്റ് ആ വെള്ളത്തിലേക്ക് തന്നെ അവർ ചാടുന്നുണ്ട്. പിന്നെ അവർ ഷെല്ല് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഷെല്ല് വീട്ടിലേക്ക് എടുത്തായിരുന്നു. خلي كذي ونحط في الماء هذه نحط في الماء ولا شنو؟ لا عشان ما يخترق. ما بيخترق بروحها ما يخترق. لا खुश्क हो जाएगा, खराब नहीं होगा फिर. इसके बाद जो बोतलें छोटी वाली वो तो मिलती है ना, बोतलें ले लेंगे, उसमें डाल के रख लेंगे. 2 बार जलाते रहना, टिक्का लगा नहीं बोतल अच्छी लगे तो बांध दो मिलेगा. नहीं समझ आता. യാത്രയുടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമുക്ക് ലെഗിനൊരു പവിഴം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം നല്ല ഭാഗ്യമില്ല. നമ്മുടെ ഫാമിലി ഉണ്ടായിരുന്നുണ്ടായി. അപ്പോൾ
ബഹ്റൈനിലുള്ളവരെല്ലാം ഈ സ്ഥലം വന്ന് എന്തായാലും വിസിറ്റ് ചെയ്യണം. കാരണം നല്ല പ്ലേസാണ്. അധികം ആരും അറിയാത്തൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേസിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ എല്ലാവരും വന്ന് എന്തായാലും ഇവിടെ വന്ന് കണ്ടു നോക്കണം. അത്രയും നല്ല അടിപൊളി പ്ലേസാണ്. അപ്പോൾ അപ്പോൾ ശരിക്കും പൊന്നൂട്ടിക്ക് ബീച്ചിൽ വന്നാലുള്ള മെയിൻ പരിപാടി ഷെല്ലുകൾ കളക്ട് ചെയ്യലാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ ഷെല്ലുകൾ കളക്ട് ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ട് ക്രാഫ്റ്റ് വർക്ക് ചെയ്യലാണ് അവളുടെ മെയിൻ പരിപാടി. അപ്പോൾ അവളത് കുറേ കളക്ട് ചെയ്ത് വെച്ചായിരുന്നു അവിടെ നിന്ന്. പിന്നെയെന്ന് പറയുന്നത് മെയിൻ അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന ആ മൺകൂര എന്ന് പറയുന്നത് അവർ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ അത് പണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡും നല്ല നാട്ടിലെ പോലെ ഫുൾ പച്ചപ്പ് ഗ്രീനറിയിലെ നല്ലൊരു മൗണ്ടനും അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ലെങ്ത് ആയതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.